അങ്ങനെ ഫൈനലി മലയാള സിനിമ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ജോൺറയിലുള്ള ഒരു സബ്ജക്റ്റും ട്രൈ ചെയ്യാതെ ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളുടെ പിന്നാലെ മാത്രം പോകുന്നത് എന്ന് വളരെയധികം വിഷമിച്ചിരുന്ന എനിക്കൊരു ഓണം ഗിഫ്റ്റ് പോലെ കിട്ടിയ ഒരു സംഭവമായിട്ടാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ. എനിക്കുണ്ടായൊരു സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇൻ ടു ദിസ് കാറ്റഗറി, അതിൻ്റെ ആ ഒരു ജോൺറയിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു തുടക്കം തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വളരെ പ്രൗഡ്ലി മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലെ ആളുകൾക്കോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്കോ കാണിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഉണ്ട്. ടെക്നിക്കലി സിനിമ നല്ല ബ്രില്യൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ബ്രില്യൻ്റ് സെലക്ഷനാണ് സിനിമയുടെ കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനത്തെ ഒരു മിത്തോളജിയോ ഫോക്ലോറൊക്കെ മുൻപ് ട്രൈ ചെയ്തിട്ടുള്ള സമയത്തെല്ലാം നമുക്ക് അതിനൊരു കൺവെൻഷണലായിട്ടുള്ളൊരു ഫ്ലേവർ വരാറുണ്ട്. ആ ക്യാരക്ടർ വരുമ്പോൾ അതിന് ഭയങ്കര ഡ്രാമ നമുക്ക് ഫീൽ ചെയ്യും. ഒരിക്കലും ആ ക്യാരക്ടറിൻ്റെ അട്ടയറൊന്നും നമ്മൾ വിചാരിക്കുന്ന ഒരു തരത്തിലുള്ള അഡ്വാൻസ്മെൻറ്റും ഇല്ലാത്ത രീതിയിലാണ് ഇതുവരെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു കറൻറ്റ് വേൾഡിലേക്ക് കൂടി ഫിറ്റാവുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഈ ചന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ കംപ്ലീറ്റ് അക്രോസ് ദിസ് ഫിലിം നിൽക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ വളരെ ക്രിസ്പായിട്ടുള്ള ഡയലോഗുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു തരത്തിലുള്ള മറ്റേ മെലോഡ്രാമയും ഇല്ല, സെൻറ്റിമെൻസും ഇല്ല. വളരെ ആപ്റ്റായിട്ട് വളരെ വളരെ ഭംഗിയായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള കോൺവെർസേഷൻസാണ്. അപ്പോൾ സൈനോരയാണ് ശബ്ദം കൊടുത്തിട്ടുള്ളതെന്ന് കേട്ടു. എന്തായാലും താങ്ക്സ് ടു സൈനോര. നല്ല രീതിയിലാണ് ആ ഡയലോഗ്സ് നമുക്ക് പ്രസൻറ്റബിളായിട്ട് തോന്നുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളിങ്ങനെ പിന്നെ ഇതിൻ്റെ ഒരു അൺറിയൽ വേൾഡും റിയൽ വേൾഡും എല്ലാം മിക്സ് ചെയ്തിട്ട് ഈ സിനിമയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റി. മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഡയറക്ടർ ഡൊമിനിക് അരിനോടൊരു വല്ലാത്തൊരു സ്നേഹം തോന്നി. ഒരു സംഭവം എടുത്തിട്ട് ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യുക, അതിൽ വളരെ സിൻസിയറായിട്ടുള്ള എഫേർട്ട് ഇടുക, അതിൻ്റെ എല്ലാ ആംഗിളും ശ്രദ്ധിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഈ സിനിമയിൽ നടന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ സ്ക്രിപ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ആവുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ പോകണമെന്നൊരു ഇൻറ്റഗ്രിറ്റിയിൽ അതായത് കറൻറ്റ് വേൾഡിലേക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് വരികയും അപ്പോൾ നമ്മൾ ഈ അവതരിപ്പിച്ചിരിക്കുന്ന ഈ സൂപ്പർ വുമൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ കിടന്ന് ഇങ്ങനെ അവരുടെ വേൾഡിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വരാവുന്ന ഒരു സംഭവം സ്ക്രിപ്റ്റിന് സംഭവിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ. പക്ഷേ അതെല്ലാം വളരെ മൈനറായിട്ടുള്ളൊരു ഫ്ലോ ആണ്. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. സത്യം പറയാലോ, ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു സന്തോഷം. കാരണം ഓണം റിലീസിലെ മറ്റ് 2 സിനിമകളും കണ്ടതാണ്. ആ സിനിമകൾ കണ്ട ഒരു വിഷമം കൂടി ഈ സിനിമ കണ്ടപ്പോൾ എന്തായാലും തീർന്നു. ഇപ്പോൾ ലോകയുടെ സ്ക്രീൻ പ്ലേയിൽ പിന്നെ ഡൊമിനിക്കിൻ്റെ കൂടെ ശാന്തി ബാലേന്ദ്രനും പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ശാന്തിക്കും ഒരു നല്ല എൻട്രി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി ഇതിൽ എനിക്ക് വളരെയധികം ഇമ്പ്രസ് ചെയ്തൊരു സംഭവം സ്ക്രിപ്റ്റിൽ വളരെയധികം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പോപ്പുലർ ക്യാരക്ടറിനെ ഈ സ്ക്രിപ്റ്റിൻ്റെ ത്രെഡിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു രീതിയാണ്. നല്ല ക്ലാസ് ഷോട്ട്സാണ്. അതുപോലെ തന്നെ കുട്ടിയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ അത് ചെയ്യിപ്പിച്ചെടുത്തതെന്ന് ഭയങ്കര ഒരു സർപ്രൈസ് തോന്നി. ആ സമയത്ത് ജെക്സ് ബിജോയുടെ മ്യൂസിക് പലതരം ട്രാൻസിഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ലോകയുടെ മേക്കിങ്ങിലുള്ള ആ ടെക്നിക്കൽ ബ്രില്യൻസ് ഓൾറെഡി നല്ല രീതിയിൽ അപ്രിഷ്യേറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജെക്സ് ബിജോയുടെ മ്യൂസിക് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളൊരു എലിവേഷൻ അത് എക്രോസ് ദ ഫിലിം അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ, അതുപോലെ സൗണ്ട് ഡിസൈൻ, സൗണ്ട് മിക്സിങ്, പിന്നെ ഇതിൽ ഈ സിനിമയ്ക്ക് മൊത്തം ഈ ബാംഗ്ലൂർ സിറ്റിയിലൊരു വാമ്പയർ മോഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന
ആ ഒരു ടോണിൽ സെറ്റ് ചെയ്യുന്നതിൽ നിമിഷ് രവിയുടെ സിനിമോട്ടോഗ്രാഫി, ദുൽഖറിൽ എല്ലാ സ്ഥലത്തും നിമിഷനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ ഒരു യങ് ടാലൻസിൽ ഒരു ഫസ്റ്റ് പ്ലേസ് തന്നെ ഈ സിനിമോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ നിമിഷിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോട്ടുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഭയങ്കര ഒരു വളരെ ഫാസ്റ്റായിട്ടും, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇൻ കേസ് ഒരു ഷോട്ട് കുറച്ച് എക്സ്റ്റെൻഡഡ് ആണെങ്കിൽ പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. എൻ്റെ ഒരു ലാഗ് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഈ സിനിമയുടെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത്. ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ആക്ഷൻ സീക്വൻസുകൾ, കല്യാണിയൊക്കെ വരുന്ന ആ ഒരു സ്ഥലത്ത് എനിക്കൊരു ഭയങ്കര ഫാസ്റ്റ് കട്ട്സാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കണ്ട ഇൻ്റർനാഷണൽ ഫിലിംസിൻ്റെ സീനുകളോടൊക്കെ അതിലേക്കുള്ളൊരു ജേണി മലയാള സിനിമ തുടങ്ങിയ പോലെയുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നായിരുന്നു കണ്ടപ്പോൾ. അപ്പോൾ യാനിക് ബെന്നാണ് അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ ഒരുമിച്ച് ഒരു ക്വാളിറ്റി വർക്ക് ചെയ്തൊരു സിനിമയായിട്ടാണ് ലോക ഫീൽ ചെയ്തത്. ഇപ്പോൾ സൂപ്പർ ഹീറോ ആയിട്ടുള്ള കല്യാണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും മെയിൻ 3 ലീഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നെസ്ലിൻ്റെ സണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടറും സണ്ണിയുടെ 2 ഫ്രണ്ട്സായിട്ട് വരുന്ന അരുൺ കുര്യൻ, അതുപോലെ തന്നെ ചന്തു സലിം കുമാർ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചന്തു സലിം കുമാറിന് ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമയിൽ ഒട്ടും ട്രൗസി അല്ലാതെ വളരെ ലൈവ്ലി ആയിട്ട് ഒരു ക്യാരക്ടർ ലീഡ് ചെയ്യുന്നത് കണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സാൻഡി ചെയ്യുന്ന നഞ്ചിയപ്പ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ വളരെയധികം ഇഫക്റ്റീവായിട്ട് തോന്നി സ്ക്രീനിൽ. അപ്പോൾ സാധാരണ ഇത്തരം ജോൺറയിലുള്ള സിനിമയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗുഡ് വേൾഡ് ബാഡ് വേൾഡ് എന്ന് പറഞ്ഞ ഒരു സ്പേസിലേക്ക് ഫിറ്റാവുന്നൊരു ക്യാരക്ടറാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ സീക്വൻസിൽ വരുന്ന ക്യാരക്ടേഴ്സുണ്ട്. വിജയരാഘവൻ്റെ ഒരു ക്യാരക്ടർ, എനിക്ക് വിജയരാഘവൻ്റെ സ്റ്റൈലിംഗ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. നിശാന്ത് സാഗർ വരുന്നുണ്ട്, അതുപോലെ പിന്നെ സണ്ണി വെയിനുണ്ട്. പിന്നെ നമുക്ക് ഒരു സൂപ്പർ ഒരു ചാത്തൻ ക്യാമിയോ ഉണ്ട്. അങ്ങനെ ഈ സിനിമയുടെ എൻഡ് വരെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ അവസാനം ഇതിൻ്റെ ക്രെഡിറ്റിനോടൊപ്പം തന്നെ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ക്യാമിയോ കൂടി കാണിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് വളരെയധികം എന്താ പറയുക, നമ്മുടെ എക്സ്പെക്റ്റേഷൻ വീണ്ടും റൈസ് ചെയ്യുക ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇതിലും നന്നായിട്ട് തന്നെ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീക്വൻസ് തന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ആക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും സ്ക്രിപ്റ്റിൻ്റെ ഇൻറ്റഗ്രിറ്റിയും ഒക്കെ കാരണം എനിക്ക് നല്ല രീതിയിൽ സിനിമ ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.